അപ്പോൾ ഇത് ഒരു കൊട്ടത്തേങ്ങയാണ്. നമുക്ക് ഈ കൊട്ടത്തേങ്ങ ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലൊക്കെ ഇരിക്കുന്ന കൊട്ടത്തേങ്ങ നല്ലൊരു കൊട്ടത്തേങ്ങയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് അരിഞ്ഞ് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് ചതച്ച ശേഷം നമുക്ക് വറുത്തൊരു ചമ്മന്തി, അതായത് വറുത്ത ചമ്മന്തി. നമ്മൾ വറുത്ത് ചമ്മന്തി എന്ന് പറയുമ്പോൾ സാധാ തേങ്ങ റെഡിയാക്കുന്നേക്കാളും കൊട്ടത്തേങ്ങയുടെ വറുത്ത ചമ്മന്തി ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിതൊന്ന് പീസാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. നന്നായിട്ട് ചതച്ച് ഒരു തേങ്ങ, അതായത് നമ്മൾ തേങ്ങ ചിരകിയ പോലെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഈ ചട്ടി നന്നായിട്ട് ചൂടായി ഇത്തിരി കറുക്കുകയും ചെയ്ത്, അപ്പോൾ ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്യാം. നമ്മുടെ ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ തേങ്ങ നമ്മൾ ഇട്ടിട്ടുണ്ട്, ലേശം വെളിച്ചെണ്ണയും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഞാനത് വറുത്ത് തുടങ്ങി ഒരു 5 മിനിറ്റ് എടുത്തില്ല. അതിനുമ്പേ കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ നമുക്ക് കൂട്ടത്തിൽ കൂടെ വറുത്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് കറുത്ത്, അതായത് കളറൊന്ന് മാറി കറുക്കുകയല്ല ചെയ്ത് നന്നായിട്ട് മറ്റൊരു കളറായി, നല്ല കാപ്പിപ്പൊടി കളർ എന്ന് പറയുന്ന ഒരവസ്ഥ എത്തി. അപ്പോൾ ഇനി നമ്മളത് നിർത്തി ഓഫ് ചെയ്തിട്ട് ഇനി അത് ഒന്നുകൂടെയൊക്കെ ഇളക്കി, ഇല്ലെങ്കിൽ ഇളക്കിനെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ അത് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് തണുത്ത ശേഷം, ഈ സമയത്ത് നമുക്ക് ഉള്ളി ഇതൊക്കെ എടുത്തൊക്കെ വയ്ക്കാം. ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇത് ചൂടോടെ അരച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. ചമ്മന്തി പരുവല്ല, ചൂടോടെ അരയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്കിത് തണുത്ത ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വറുത്ത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിരുന്നു, കാരണം ഇത് തണുക്കാൻ വേണ്ടി. നമ്മൾ മറ്റേ ചീനിച്ചട്ടി തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് തണുക്കാൻ വേണ്ടി വച്ചിട്ട് തണുത്ത് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ അതിന് ശേഷം ഞാനതിൻ്റെ ഇഞ്ചി, നമ്മുടെ ഉള്ളി, അതുപോലെ നമ്മൾ പുളി ഒക്കെ ഇട്ട് നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കാം. പക്ഷേ ഞാൻ ഇതുവരെ മുളക് പൊടി ചേർത്തിട്ടില്ല. മുളക് പൊടി നമുക്ക് അരയ്ക്കുന്ന സമയത്ത് ചേർക്കാം. അത് അരയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെ ആക്കി വച്ചേക്കുന്ന ഈ തേങ്ങയിൽ തന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്കിതിലേക്ക് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയൊക്കെ നമ്മളിട്ട പീസൊക്കെ നമ്മൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും ഉപ്പും കറക്റ്റാക്കിയ ശേഷം നമുക്ക് അരച്ചെടുക്കാം. വറുത്തരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ചമ്മന്തി. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി, ആ ഇഞ്ചിയുടെയും ആ മുളക് പൊടി എല്ലാം ഉള്ളിയും എല്ലാം കൂടെ ചേർന്ന് വറുത്തരച്ചതിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുണ്ട്. നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. വറുത്തരച്ച ചമ്മന്തി നമുക്കിത് ഉച്ചയ്ക്കുണ്ടായാലും രാത്രി ഉണ്ടായാലും ഒന്നും നോ പ്രോബ്ലം. നല്ല ചമ്മന്തി എല്ലാ കാലത്തും മലയാളികൾക്ക് ഇഷ്ടമാണ്. ചമ്മന്തിയോട് പ്രത്യേക താല്പര്യമുള്ളവരാണ് മലയാളികൾ എന്നും നമുക്കറിയാം. അപ്പോൾ ഇതുപോലൊരു കൊട്ടത്തേങ്ങ എടുത്തിട്ട് തീർച്ചയായിട്ടും മിസ് ചെയ്യേണ്ട. നിങ്ങൾ ഉടനെ തന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കുക. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എളുപ്പത്തിൽ കഴിക്കുക, നല്ല ടേസ്റ്റോടെ കഴിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.